ഹലോ, കലാതിലകും കലാപ്രതിഭയും കൂടി ഇവിടെ എന്താ? ഇതാണോ മക്കള്? ഇവിടെ മര്യാദക്ക് അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതുങ്ങളുടെ രണ്ടുപേരുടെ അമ്മയായിട്ട് ഞാൻ ഇവിടെ നിക്കത്തില്ലായിരുന്നോ? ഓടുന്നു, ഇനി സമയമുണ്ട്. അച്ഛാ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. അനിയത്തി, എനിക്ക് തോന്നണേ ആന്റി അച്ഛന്റെ പഴയ ക്രഷാണ്. ക്രഷ് എന്ന് പറഞ്ഞാലേ നമ്മൾ അന്നത്തെ കാലത്ത് പറയത്തില്ലേ അസ്ഥിക്ക് പിടിച്ച പ്രേമോന്നൊക്കെ, അതിന് ഇപ്പോഴത്തെ പിള്ളേര് പറയുന്ന പേരാ ക്രഷ് എന്ന്. അല്ല, അയ്യ, അങ്ങനെയൊന്നുമില്ല. സീരിയൽ കില്ലർ എന്തായി? സീരിയൽ കില്ലറാ? സീരിയൽ കില്ലർ? അതെ, സീരിയൽ കില്ലർ. എന്ത് കടന്നു? രാധിക, ഇവനെ പോലുള്ളവന്മാരാണ് പ്രശ്നം. ഈ വേലൻസ് ഡേക്ക് പ്രേമിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന ശല്യം ആദ്യം ഒരു റൗണ്ട് അടി കൊടുത്ത് വിട്ടതാണ്. വീണ്ടും വന്നിരിക്കണം. ഓഹോ, അപ്പൊ ഇവനെ പേടിച്ചാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്താണ് നിനക്ക് കാര്യം? എന്താണ് നിന്റെ പേരെന്താടാ? എന്താ നിന്റെ ജോലി? അച്ഛന്റെ കാര്യമാണോ ചോദിച്ചത്? നിന്റെ കാര്യമല്ലേ ചോദിച്ചത്? എടാ, അമ്മയുടെ കാര്യമാണോ ചോദിച്ചത്? നിന്റെ കാര്യമല്ലേ ചോദിച്ചത്? കള്ളത്തീറ്റി. ഇല്ല, എനിക്ക് പ്രേമിക്കാം. നിങ്ങളെ ഇളയ മോളുമായിട്ട് എനിക്ക് ഘോരം ഇഷ്ടമാണ്, അവക്കും എന്നെ ഇഷ്ടമാണ്. എനിക്കിഷ്ടൊന്നുമില്ല. ഇല്ല, എനിക്കിഷ്ടൊന്നുമില്ല. നീ എന്നെ കണ്ടിട്ടില്ലേ മുമ്പ്? കണ്ടിട്ടുണ്ട്. ചിരിച്ചിട്ടില്ലേ? ജംഗ്ഷനിൽ വെച്ച് കാണുമ്പോ ചിരിക്കും. അത്രയല്ലേ ഉള്ളു മോളെ? എനിക്ക് ചിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആത്മാർത്ഥ പ്രേമം ഉണ്ടാവും. എടാ, ഒരു പെണ്ണ് ചിരിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ നിനക്ക് പ്രേമാന്ന് കരുതിയാ നീ? നാളുണ്ടാടാ നിനക്ക്? ഓഹോ, ഇത് ബ്രെയിൻ വാഷ്. ഇത് അവളെ ബ്രെയിൻ വാഷ് ചെയ്തത്. അപ്പൊ നിനക്ക് ഇഷ്ടമല്ല? എനിക്ക് ഇഷ്ടമല്ല. ഈ പാടി നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. കുണ്ടാങ്കടവ് തോട്ടിലെ വെള്ളമാണ് ആസിട്ടല്ലേ. പെണ്ണുങ്ങൾ ഇഷ്ടമല്ലെന്ന് പറയുമ്പോ ഞാൻ കുണ്ടാങ്കടവ് തോട്ടിൽ നിന്ന് വെള്ളം കോരി മുഖത്തൊഴിക്കും എന്ന് പറയും. അപ്പൊ ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് ഞാൻ റാട്ടടിച്ച് പോണത്. വിവരം കെട്ടവനെ, ഈ പ്രണയം എന്ന് പറഞ്ഞത് ഇങ്ങനെ പിടിച്ചു വാങ്ങാനുള്ളതല്ല. അത് രണ്ട് മനസ്സുകളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട സാധനമാണ്. അല്ലേ രാധിക? തീർച്ചയായിട്ടും. അത് മാമൻ പറഞ്ഞ കറക്റ്റ് കാര്യം. അനിയത്തിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ചേട്ടത്തിക്ക് എങ്ങനെ എന്തൊരു ജന്മങ്ങളാന്നറിയത്.